ഹരേ കൃഷ്ണ. ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. Reading from Bhagavad Gita, chapter 3, text 9. यज्ञार्थात् कर्मणोऽन्यत्र लोकोऽयं कर्म बन्धनः तदर्थं कर्म कौन्तेय मुक्तसङ्गसमाचर. यज्ञार्थात् कर्मणो अन्यत्र लोकोऽयं कर्म बन्धनः तदर्थं कर्म कौन्तेय मुक्तसङ्गसमाचर. यज्ञार्थात् कर्मणो अन्यत्र लोकोऽयं कर्म बन्धनः तदर्थं कर्म कौन्तेय മുക്തസംഗസമാചര. ഹരേ കൃഷ്ണ. ആരെങ്കിലും 2 ഡിവോട്ടി ഈ ശ്ലോകം ഒന്ന് വായിക്കുവോ? ഹരേ കൃഷ്ണ. ആരുടെ അടുത്തേക്ക് മലയാളം ഭഗവത്ഗീത ഉണ്ടോ? Am I audible? ഹരേ കൃഷ്ണ. മലയാളം ഭഗവത്ഗീത ആരുടെ അടുത്തേക്ക് ഉണ്ടോ? ഹരേ കൃഷ്ണ മാതാജി. ഉണ്ട് മാതാജി, ഞാൻ വായിക്കാം. Translation and purport by His Divine Grace Abhay Charanaravindra Bhaktivedanta Swami Srila Prabhupada ki jai. യജ്ഞാർത്ഥാത് കർമ്മണോ നൃത്യ ലോകായം കർമ്മ ബന്ധനഃ തദർത്ഥം. ഹരേ കൃഷ്ണ. മാതാജി മ്യൂട്ടായി. ഹരേ കൃഷ്ണ. മാതാജി കേട്ടില്ലേ? ഇടയ്ക്ക് മ്യൂട്ടായി. 2 ലൈൻ വായിച്ച പിന്നെ 3-ാമത്തെ ലൈനിൽ മ്യൂട്ടായി. ഒന്നുകൂടി വായിക്കാം. യെസ്. യജ്ഞാർത്ഥാത് കർമ്മണോ നൃത്യ ലോകായം കർമ്മ ബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചര. ഹരേ കൃഷ്ണ. ഇതിന്റെ ട്രാൻസ്ലേഷനും പർപ്പോട്ടും കൂടെ ഒന്ന് വായിക്കുമോ മാതാജി? ഓക്കെ മാതാജി. കർമ്മം വിഷ്ണുവിനായുള്ള യജ്ഞമെന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിക്കുകയേയുള്ളൂ. കുന്തിപുത്ര, നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കൂ. അങ്ങനെ ചെയ്താൽ നിനക്ക് എന്നെന്നും ബന്ധമുക്തനായിരിക്കാം. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ശരീരത്തെ നിലനിർത്തുന്നതിന് പോലും കർമ്മം കൂടിയേ കഴിയൂ എന്നതുകൊണ്ടാണ് ഓരോരുത്തരുടെയും സാമൂഹ്യമായ സ്ഥിതിയും ഗുണവും അനുസരിച്ച് അതാത് കർമ്മങ്ങൾ വിധിക്കപ്പെട്ടത്. യജ്ഞം എന്നാൽ വിഷ്ണു ഭഗവാൻ അല്ലെങ്കിൽ യാഗാനുഷ്ഠാനം എന്നർത്ഥം. എല്ലാ യജ്ഞാചരണങ്ങളും ശ്രീ വിഷ്ണുവിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ്. യജ്ഞോ വൈ വിഷ്ണു എന്ന് വേദോക്തിയുണ്ട്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ വിധിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിച്ചാലും നേരിട്ട് വിഷ്ണുവിനെ പൂജിച്ചാലും ഒരേ ഫലം തന്നെയാണ് സിദ്ധിക്കുന്നത്. അതുകൊണ്ട് ഈ ശ്ലോകം ഘോഷിക്കുന്നത് പോലെ കൃഷ്ണാവബോധം യജ്ഞാനുഷ്ഠാനമാണ്. വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയുടെ ലക്ഷ്യവും വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തലാണ്. വർണ്ണാശ്രമാചാരവത പുരുഷേണ പര പുമാൻ വിഷ്ണുരാജ്യത്തെ എന്ന് പ്രമാണം. വിഷ്ണു പ്രീതിക്കു വേണ്ടിയാണ് മനുഷ്യൻ
കർമ്മം ചെയ്യേണ്ടത്. മറ്റു വിധത്തിലുള്ള ഏതു പ്രവൃത്തിയും ഭൗതിക ലോകത്തിൽ ബന്ധകാരണമായി തീരും. എന്തുകൊണ്ടെന്നാൽ പാപകർമ്മത്തിനും പുണ്യകർമ്മത്തിനുമുണ്ട് പ്രതികരണങ്ങൾ. ഏതു തരം പ്രതികരണവും കർത്താവിനെ ബന്ധനത്തിൽപ്പെടുത്തുകയും ചെയ്യും. അതിനാൽ കൃഷ്ണപ്രീതിക്കായിക്കൊണ്ട് അല്ലെങ്കിൽ വിഷ്ണു പ്രീതിക്കായിക്കൊണ്ട് കൃഷ്ണാവബോധത്തോടെ വേണം ഏതു കർമ്മവും നിർവഹിക്കാൻ. അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾ മുക്താവസ്ഥയിലാണ്. ഇതാണ് കർമ്മം ചെയ്യുന്നതിന്റെ ഉത്കൃഷ്ടമായ കല. തുടക്കത്തിൽ ഈ പദ്ധതിക്ക് അതിവിദഗ്ധമായൊരു ശിക്ഷണം ആവശ്യമാണ്. നല്ലൊരു കൃഷ്ണഭക്തന്റെ വിദഗ്ധ ശിക്ഷണത്തിൻ കീഴിലോ അല്ലെങ്കിൽ അർജുനന് ലഭിച്ച പോലെ ഭഗവാന്റെ നേരിട്ടുള്ള ഉപദേശം വഴിക്കോ ജാഗ്രതയോടെ പരിശീലിക്കേണ്ടതാണ് ഇത്. ഏതൊരു പ്രവൃത്തിയും ഇന്ദ്രിയ സുഖ പൂർത്തിക്കായല്ല, കൃഷ്ണപ്രീതിക്കായി കൊണ്ടാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ കർമ്മബലങ്ങളിൽ നിന്ന് മുക്തി നേടാമെന്നു മാത്രമല്ല, ക്രമേണ ദിവ്യ പ്രേമാത്മകമായ ഭഗവത് സേവനത്തിലേക്ക് താനെ ഉയരുകയും ചെയ്യാം. അതുകൊണ്ട് മാത്രമേ മനുഷ്യന് ദൈവ സാമ്രാജ്യം പോകാൻ കഴിയൂ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഓം അജ്ഞാനാതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. കഥാഞ്ജന സ്മൃതേരസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീ ചൈതന്യം നമാമി തം. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं. हरि ओम तत्सत्. हरे कृष्ण. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണിത്. എല്ലാവരും ബൈഹാർട്ട് ചെയ്യേണ്ട ശ്ലോകമാണിത്. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗസമാചര. യജ്ഞത്തിന് വേണ്ടി വർക്ക് ചെയ്യണം, ജോലി ചെയ്യണം, വർക്ക് ചെയ്യണം. വർക്കിംഗ്. സോ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നില്ലേ? വി ആർ ഓൾ വർക്കിംഗ്. ആ ചെയ്യുന്ന വർക്ക് തന്നെ എന്താ പറയാ, ഭഗവാൻ അർപ്പിച്ച് ചെയ്യണം എന്ന് പറയുന്നത്. ഈവൻ ഫോർ ദ സിമ്പിൾ മെയിൻ്റനൻസ് ഓഫ് ദ ബോഡി, ശരീരത്തിന് വന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വർക്ക് ചെയ്യണം. നമുക്ക് വിധിക്കപ്പെട്ടുള്ള ഡ്യൂട്ടീസിന് നമ്മൾ ചെയ്യണം. ഇവിടെ യജ്ഞപുരുഷന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ യജ്ഞപുരുഷൻ ആരാണ്? യജ്ഞപുരുഷൻ മീൻസ് ലോർഡ് വിഷ്ണു. ഭഗവാൻ വിഷ്ണുവാണ് യജ്ഞപുരുഷൻ. ഭഗവാൻ വിഷ്ണുവിനെ സമർപ്പിച്ച് നമ്മൾ ഓരോരോ ഡ്യൂട്ടീസും ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്ന ഓരോരോ യജ്ഞവും എന്താന്ന് വെച്ചാൽ വിഷ്ണുവിനെ പ്രീതി ചെയ്യും. ഭഗവാൻ വിഷ്ണുവിനെ വന്ന് പ്രീതി ചെയ്യും. അതുകൊണ്ട് യജ്ഞോ വൈ വിഷ്ണുഹു ശാസ്ത്രം പറയുന്നുണ്ട്. എല്ലാ ഡ്യൂട്ടീസും ഭഗവാൻ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യേണ്ടതാണ് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. സോ നമ്മൾ എന്തായാലും വർക്ക് ചെയ്യുന്നു. എവറിബഡി ഈസ് വർക്കിംഗ്. എല്ലാ ആനിമൽസും ബേർഡ്സും രാവിലെ എണീറ്റ് നോക്കിയാൽ രാവിലെ സൺറൈസ് ആയ ഉടനെ സ്ക്വിരൽസ്, ബേർഡ്സ് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങും. എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി ചാലുവായി. സൺറൈസ്. അതുപോലെ സൺസെറ്റ് ആകുമ്പോൾ എല്ലാവരും അവരവരുടെ വാസസ്ഥലത്തിലേക്ക് എല്ലാവരും തിരിച്ചെത്തിച്ചേരുന്നുണ്ട്. എല്ലാവരും ഡ്യൂട്ടി ചെയ്യുന്നു, എല്ലാവരും ഓടുന്നു, നമ്മളും ഓടുന്നു, എല്ലാവരും ജോലി ചെയ്ത് അവരവരുടെ ആവശ്യങ്ങളെല്ലാം തൃപ്തി ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മളും ചെയ്യുന്നുണ്ട്. എല്ലാവരും മീൻസ് ഐ എം ടെല്ലിങ് ആനിമൽസ്. പക്ഷെ മനുഷ്യനെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്താലും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യണം. എന്ത് ചെയ്താലും ഭഗവാൻ അർപ്പിച്ച് ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്.
ഈ ശ്ലോകം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. Therefore, O son of Kunti, perform your prescribed duties for the satisfaction. In that way, you will always remain free from bondage. നമുക്ക് ബോണ്ടേജ് ഒന്നും ഉണ്ടാവില്ല. ഭഗവാൻ അർപ്പിച്ച് ചെയ്യുമ്പോൾ ബോണ്ടേജ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അത് എങ്ങനെ? വർണ്ണാശ്രമത്തിലനുസരിച്ച് ഭഗവാൻ വന്ന് വർണ്ണാശ്രമ ചാരവത പുരുഷേന പരപ്പുമാൻ വിഷ്ണു ആരാധ്യതേ എന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ച് നമ്മൾ വന്ന് എന്ത് ചെയ്യണം? നമ്മുടെ ഡ്യൂട്ടീസ് വന്നിട്ട് ചെയ്യണം. വർണ്ണാശ്രമം പറഞ്ഞ എല്ലാവർക്കും അറിയാലോ. നമുക്ക് 4 വർണ്ണമുണ്ട്, 4 ആശ്രമമുണ്ട്. ആരെങ്കിലും പറഞ്ഞാട്ടെ വർണ്ണാശ്രമം. 4 വർണ്ണാസ് എന്താണ്? 4 ആശ്രമാസ് എന്താണ്? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വർണ്ണം എന്ന് പറയുന്നത് അങ്ങനെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, ശൂദ്രർ, വൈശ്യർ. ആശ്രമങ്ങള് ഗൃഹസ്ഥാശ്രമം, ബ്രഹ്മചര്യാശ്രമം, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. താങ്ക് യു മാതാജി. അപ്പൊ ഈ ഓരോരോ വർണ്ണ ആശ്രമത്തിനനുസരിച്ച് ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്. ബ്രാഹ്മണന്റെ ഡ്യൂട്ടീസ് എല്ലാം എന്താണ്? ക്ഷമോ, ദമോ, തപോ, ശൗചം, അതെല്ലാം വന്നിട്ട് ക്ലെൻലിനെസ്, ഓസ്റ്ററിറ്റി, വേദ പഠനം, ഇതെല്ലാം വന്നിട്ട് ഒരു ബ്രാഹ്മണന്റെ ഡ്യൂട്ടിയാണ്. ഒരു ബ്രാഹ്മണൻ വന്നിട്ട് ആരുടെയും അണ്ടറിൽ നിൽക്കില്ല, ആർക്കും അണ്ടറിൽ വർക്ക് ചെയ്യത്തില്ല. സെൽഫ് സസ്റ്റൈനബിലിറ്റി. ഒരു ബ്രാഹ്മണൻ വന്നിട്ട് സ്വയം വന്നിട്ട് ശാസ്ത്രത്തിനനുസരിച്ച് യജനയാചന, പഠന, പാഠന, ഇങ്ങനത്തെ കാര്യങ്ങള്, യജ്ഞം ചെയ്യുക, ഭിക്ഷ എടുക്കുക, പഠന പാഠന പഠിപ്പിക്കുക, ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ബ്രാഹ്മണൻ ചെയ്തിട്ട് സ്വന്തം വന്നിട്ട് കാര്യങ്ങളെല്ലാം നോക്കുന്നതായിരിക്കും ബ്രാഹ്മണൻ. ഒരു ബ്രാഹ്മണൻ വിൽ നെവർ ബി ഡിപ്പെൻഡന്റ് ഓൺ എനിബഡി. അത് അങ്ങനത്തെ ക്വാളിറ്റി ഉള്ളവർ ബ്രാഹ്മണ കാറ്റഗറിയിൽ വരും. പിന്നെ അവർ വന്നിട്ട് ക്ഷമോ, ദമോ, തപോ, ശൗചം, വളരെ ക്ലീൻ ആയിരിക്കും, തപസ്വി ആയിരിക്കും, ടോളറൻസ് ഉണ്ടാവും, പേഷ്യൻസ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ നല്ല ക്വാളിറ്റീസ് എല്ലാം നിറഞ്ഞതാണ് ബ്രാഹ്മണ. ക്ഷത്രിയ എന്ന് പറയുമ്പോൾ കുറച്ച് റജസിക് ഇത് ഉണ്ടാവും. അവരും എല്ലാവരെയും അവരുടെ കൺട്രോളിൽ വെക്കും, അവരും ആർക്കും താഴെ വർക്ക് ചെയ്യത്തില്ല. ഈ ക്ഷത്രിയാസ് എന്നത് ബ്രാഹ്മണന്മാരുടെ അഡ്വൈസ് പ്രകാരം അവരുടെ ജീവിതം. സോ ബ്രാഹ്മണ ദേ വിൽ ടേക്ക് അഡ്വൈസ് ഫ്രം ദി ബ്രാഹ്മണാസ്. അപ്പോൾ വന്നിട്ട് നോക്കിയാൽ എല്ലാ രാജാവിൻ്റെ ഇതിലും നമുക്ക് നോക്കാം, കുലഗുരു ഉണ്ട്, ആചാര്യ എല്ലാം ഉണ്ടാകും. അപ്പൊ അവരുടെ അഡ്വൈസ് പ്രകാരം തന്നെ ഇവർ ചെയ്യും. സ്വയമായിട്ട് ഒന്നും തീരുമാനം എടുക്കത്തില്ല രാജാക്കൾ. അങ്ങനെ പിന്നെ 3rd ക്ലാസ്സിലുള്ളവര് നമ്മുടെ വൈശ്യാസ്. they are mercantile class, business people. കൃഷി, ഗോരക്ഷ, വാണിജ്യം, കൃഷി നോക്കും, ഗോരക്ഷ, വാണിജ്യം, ബിസിനസ് എല്ലാം ചെയ്യും അവര്. പിന്നെ അവർക്ക് ഒരു മോട്ടീവേ ഉള്ളൂ, എന്താണ്? മണി ഈസ് ഗോഡ്. അവര് പറയും, സർ താങ്കൾക്ക് വേണ്ടി ഞാൻ ഒരു പ്രോഫിറ്റ് ഇല്ലാതെ അസൽ പൈസക്ക് അതേ പൈസക്ക് തരാന്ന്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സെയിം അവർക്ക് കിട്ടിയ അതേ പൈസക്ക് നമുക്ക് വിൽക്കാൻ പറ്റില്ല. പക്ഷെ അവരങ്ങനെ പറയും, സാറിന് വേണ്ടി ഞാൻ ഒരു ലാഭവും പ്രതീക്ഷിക്കുന്നില്ല, സാറിന് എടുത്തോളൂ എന്ന് പറഞ്ഞ് ഭയങ്കര സ്മാർട്ടായിട്ട് അവർ വന്ന് ബിസിനസ് എല്ലാം ചെയ്യും. സോ ദീസ് പീപ്പിൾ അവർക്ക് മണി ഈസ് ഗോഡ്, മണി. പിന്നെ ലാസ്റ്റ് ക്ലാസ് പീപ്പിൾ ആണ് നമ്മുടെ ശൂദ്രസ്. സോ ഈ 3 പീപ്പിൾ വന്നിട്ട് വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യില്ല, അവർ ആരുടെ അണ്ടറും ഉണ്ടാവില്ല. പക്ഷെ ലാസ്റ്റ് ലെവലിൽ ശൂദ്ര ലെവലിലുള്ളവർക്ക് വന്നിട്ട് എവ്രിബഡി ഈസ് ഗോഡ്. അവർക്ക് ആര് പൈസ കൊടുക്കുന്നുണ്ടോ അവർ ഗോഡാ, എല്ലാവരും ഗോഡാ അവർക്ക്. അതാണ് ഒരു ക്ഷുദ്ര. സോ ഒരാളുടെ അടുത്ത് നിന്ന് കൈ നീട്ടി നമ്മൾ പൈസ മേടിക്കുകയാണെങ്കിൽ വി ആർ അണ്ടർ ശൂദ്ര കാറ്റഗറി. ദുബായിലെ വെളിയിലെല്ലാം വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും ലേബർ കാർഡ് ഉണ്ട്. വലിയ പൊസിഷൻ, ഏത് പൊസിഷൻ ആയാലും ലേബർ കാർഡ് ഉണ്ട്. പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ലേബർ കാർഡ്. എവ്രിബഡി ഈസ് എ ലേബറർ ദർ, ബിക്കോസ് മന്ത്ലി
സാലറി മേടിക്കുന്നത് കൊണ്ട് എല്ലാവരും ലേബേഴ്സ്. ബട്ട് ഒരു ക്വാളിറ്റി അനുസരിച്ച് ഒരു ബ്രാഹ്മണ, ഒരു ക്ഷത്രിയ, ഒരു വൈശ്യ വേറെ ആരുടെയും വർക്ക് ചെയ്യത്തില്ല. ഓൺലി എ ശൂദ്ര വിൽ വർക്ക്. ഇപ്പൊ നോക്കൂ, ആരെല്ലാം വർക്ക് ചെയ്യുന്ന എല്ലാവരും മാസം ശമ്പളം മേടിക്കുന്നവരാ. അപ്പൊ എല്ലാവരും ശൂദ്ര കാറ്റർ. അപ്പൊ കലിയുഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ജന്മനാജായതേ ക്ഷൂദ്ര സംസ്കാരാത് ഭവേത് ദ്വിജ. ഓൺലി ബൈ ഗുഡ് ക്വാളിറ്റി, നല്ല സംസ്കാരം കൊണ്ടാണ് ഒരുത്തൻ വന്നിട്ട് ദ്വിജനാവുന്നത്, ബ്രാഹ്മണനാവുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രം. അപ്പൊ ഓക്കെ, അക്കോർഡിംഗ് ടു വർണ്ണ, അക്കോർഡിംഗ് ടു ആശ്രമ നമ്മൾ ഡ്യൂട്ടീസ് എല്ലാം പെർഫോം ചെയ്യണം. ആ ചെയ്യുന്ന ഡ്യൂട്ടീസ് ഓക്കെ ഞാനും ചെയ്തു, എല്ലാവരും വർക്ക് ചെയ്തു, ഞാനും വർക്ക് ചെയ്തു, എല്ലാവരും കഴിച്ചു, ഞാനും കഴിച്ചു, അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടീസ് വന്നിട്ട് നമ്മളെ ബന്ധിക്കാൻ പാടില്ല. അങ്ങനത്തെ കർമ്മങ്ങൾ ചെയ്യണം. അത് എപ്പോ നമ്മളെ ബന്ധിക്കില്ല? ഭഗവാൻ വിഷ്ണുവിനെ അർപ്പിച്ച് വിഷ്ണുവിന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അത് വന്ന് നമ്മളെ ബന്ധിക്കില്ല. ഇതിനു മുമ്പും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് ഭഗവാൻ പറഞ്ഞു കർമ്മണ്യേവാധികാരസ്തി മാ ഫലേഷു കഥാചന എന്ന് പറഞ്ഞിട്ടുണ്ട് മുമ്പ്. കർമ്മത്തിന് മാത്രം ചെയ്യാനുള്ള ഇതേ ഉള്ളൂ, ഫലം വന്നിട്ട് നീ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് ഞാൻ ഫലം കൊടുക്കുന്നതാണെന്ന് ഭഗവാൻ പറഞ്ഞു. ഇവിടെ പറയുന്നു അങ്ങനെ ചെയ്യുന്ന കർമ്മം എല്ലാം എന്നെ അർപ്പിച്ച് ചെയ്യണം, അല്ലെങ്കിൽ അത് വന്നിട്ട് എന്താണ്? പാപമാണെന്ന്. അത് വന്നിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാൻ തൃപ്തിയാവുമ്പോൾ നമുക്ക് ഒരു ബന്ധനവും ഇല്ലാതാവും, ഒരു ബോണ്ടേജ് അവിടെ ഇല്ലാതാവും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ വിഷ്ണു പ്രീതിക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്താണ്? അത് ബന്ധനമാണ്, ബോണ്ടേജാ. ഇറ്റ്സ് എ ഗ്രേറ്റ് ബോണ്ടേജ്. ബിക്കോസ് therefore one has to work for the satisfaction of Vishnu. അതുകൊണ്ട് എല്ലാവരും വിഷ്ണുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യണം. Any other work in this material world will be a cause of bondage, both for good and evil work will have their reactions, and any reactions binds the performer. Second paragraph, second line, വളരെ important ആണ്. Any other work in the material world. അങ്ങനെ ഭഗവാൻ വിഷ്ണുവിന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ യജ്ഞം ചെയ്തില്ലെങ്കിൽ എന്താവും? യജ്ഞം ചെയ്തില്ലെങ്കിൽ അത് വന്നിട്ട് നമ്മളെ ബൈൻഡ് ചെയ്യും. വീണ്ടും ആ കർമ്മഫലം കർമ്മം നമ്മളെ ബന്ധിപ്പിക്കും, ബന്ധനങ്ങളെ ബൈൻഡ് ചെയ്യും. ആ ബോണ്ടേജിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ജനിക്കും. നല്ല കുറെ കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ നല്ല കർമ്മം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു ജന്മം എടുക്കേണ്ടി വരും. ചീത്ത പല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പാപം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ജന്മം എടുക്കേണ്ടി വരും. സോ വി ഷുഡ് ബി വെരി കെയർഫുൾ. നമ്മൾ വന്നിട്ട് വിഷ്ണു പ്രീതിക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മളെ ബന്ധിക്കത്തില്ല. ഒരു ഡിവോട്ടി എന്ന് പറഞ്ഞ ഡ്യൂട്ടി ഇല്ലാതില്ല. അർജുനനോട് ഭഗവാൻ എന്താ പറഞ്ഞ? ഗോ ആൻഡ് ഫൈറ്റ്, ടേക്ക് എ ബോ ആൻഡ് ആരോ, പോയിക്കോ, നീ തപസ്വി ആവാൻ വേണ്ടി ജനിച്ച ആളല്ല, പോയി ഫൈറ്റ് ചെയ്യൂന്ന് പറഞ്ഞു. അപ്പൊ അത് എങ്ങനെ നമ്മളെ ബന്ധിപ്പിക്കാതെ ഒരു കർമ്മം എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ അതിന് വന്നിട്ട് എക്സ്പേർട്ട് ഗൈഡൻസിന്റെ ആവശ്യമുണ്ട്. എക്സ്പേർട്ട് ഗൈഡൻസിന്റെ ആവശ്യമുണ്ട്. എക്സ്പേർട്ട് ഗൈഡൻസ് വന്നിട്ട് ഒരു ആചാര്യൻ. അതുകൊണ്ടാണ് എല്ലാ രാജ്യസഭയിലും എല്ലാവർക്കും എന്തായിരുന്നു? ഒരു ഗുരു ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗുരുവിന്റെ ഗൈഡൻസിൽ ചെയ്യുന്ന കർമ്മം വന്നിട്ട് ഒരാളെ വന്നിട്ട് കർമ്മബന്ധത്തിൽ നിന്ന് ഫ്രീ ആക്കും. അതേപോലെ അങ്ങനെ ഒരു ഗൈഡൻസ് ഇല്ലാതെ താൻ തോന്നിയ പോലെ എല്ലാം ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കർമ്മബന്ധത്തിൽ പെടും. അപ്പോ അതായത് സെൽഫിഷ് നേച്ചറോട് കൂടി സ്വയം തൃപ്തി ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വയം സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ വിഷ്ണുവിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് വന്നിട്ട് എന്താവും? കർമ്മബന്ധനത്തിൽ നിന്ന് മാറ്റും. ഇപ്പോ നമ്മള് ഈ മഹാഭാരത് യുദ്ധം തന്നെ എടുത്താല് ദുര്യോധനൻ വാണ്ടഡ് യുദ്ധം. ദുര്യോധനൻ പറഞ്ഞു തീർച്ചയായിട്ടും 5 വില്ലേജ് 5 സൂചി കുത്തിയാൽ നിൽക്കുന്ന സ്ഥലം പോലും ഞാൻ അവർക്ക് ഓഫർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ദുര്യോധന്റെ സെൽഫിഷ് നേച്ചറെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ യുദ്ധം നടന്നു. പക്ഷെ അതേ സമയത്ത് അർജുനൻ വന്നിട്ട് ചെയ്യാൻ തയ്യാറില്ലായിരുന്നു. പിന്നെ ഭഗവാന്റെ ഉപദേശം അനുസരിച്ച് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തു. രണ്ടുപേരും യുദ്ധം ചെയ്തതിന്റെ
ബട്ട് റിസൾട്ട് ഭഗവത് പ്രീതിക്ക് വേണ്ടി ചെയ്ത യുദ്ധം വന്നിട്ട് യജ്ഞമായി. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അർജുനൻ വന്നിട്ട് വളരെ വിക്ടോറിയസ് ആയിരുന്നു. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഭഗവാനിൽ അർപ്പിച്ച് അതിന്റെ റിസൾട്ട്സിനെ വന്നിട്ട് നമ്മള് ഭഗവാൻ ഇനിയൊരു സ്ഥലത്തിലും പറയുന്നുണ്ട്, യത് കരോഷി യത് ദശ്നാസി യത് ജുഹോഷി തദാസിയത് യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. നീ എന്തുവെല്ലാം ചെയ്താലും അത് എന്നിൽ അർപ്പിച്ചിട്ട് വേണം ചെയ്യണം. യത് കരോഷി എന്തെല്ലാം ചെയ്യുന്നു, യത് ജശ്നാശി ആഹാരം കഴിക്കുന്നത്, ഭോജനം ഭഗവാനിൽ ഭഗവാൻ അർപ്പിച്ച് പ്രസാദമായിട്ട് കഴിക്കണം. യജ്ജുഹോഷി ദദാസിയത് എന്ത് ചെയ്താലും, ദാനം ചെയ്താലും ഇല്ല കളയുവാണെങ്കിലും എന്ത് ചെയ്താലും എന്താണ് ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ അത് വന്നിട്ട് തപസ്യാകും. അത് വന്നിട്ട് അപ്പൊ അങ്ങനെ വേണം ചെയ്യണം. യത് തപസ്യസി കൗന്തിയ എന്ത് തപസ് ചെയ്താലും തത്കുരുഷ്വ മദർപ്പണം എന്നിൽ അർപ്പിച്ച് ചെയ്യണം. അപ്പൊ വീണ്ടും 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 ഭഗവാൻ പറയുന്നു യജ്ഞത്തിൽ ചെയ്യണം, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യണം. അങ്ങനെ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ടത്തെ ആൾക്കാരെല്ലാം എന്ത് വേണമെങ്കിലും അവർ യജ്ഞം ചെയ്യും. മഴ വേണമെങ്കിൽ യജ്ഞം ചെയ്യും, പുത്ര വേണമെങ്കിൽ യജ്ഞം ചെയ്യും, ശത്രുക്കളുടെ അടുത്ത് സേഫ് ഗാർഡ് ചെയ്യണമെങ്കിൽ യജ്ഞം ചെയ്യും, പ്രജകൾ സുഭിക്ഷമായിരിക്കണമെങ്കിൽ അശ്വമേധ യജ്ഞ രാജസൂയ യജ്ഞം ചെയ്യും. യജ്ഞം ചെയ്യുമ്പോൾ യജ്ഞത്തിൽ ഓഫർ ചെയ്യുന്നത് വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഭഗവാനെ എത്തുന്നുണ്ട്. അതെങ്ങനെ? നമ്മൾ ഈ ഫയറിന്റെ അകത്ത് ഗീ ഒഴിച്ച് പിന്നെ ധാന്യങ്ങളെല്ലാം അതിൻ്റെ അകത്തിട്ട് പട്ടുവസ്ത്രം ഇട്ട് പഴങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഇട്ടാൽ അത് ഭഗവാനെ എത്തുമോ എന്ന് ചോദിച്ചാൽ എത്തും. ബിക്കോസ് ഈ പഞ്ചഭൂതങ്ങളെല്ലാം ആരാളെ സൃഷ്ടിക്കപ്പെട്ടത്? ഭഗവാനെ സൃഷ്ടിച്ചത്. അപ്പോൾ ദർ ഇസ് എ വയാ മീഡിയ ബൈ വിച്ച് എവറിത്തിങ് ക്യാൻ റീച്ച് വിഷ്ണു. ഭഗവാന് വന്നിട്ട് അത് എത്തിക്കും. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ നിന്നിട്ട് ഒരു ഇമെയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഇമെയിൽ വന്നിട്ട് നമ്മൾ അയക്കുന്ന ആൾക്ക് അവിടെ എത്തുന്നുണ്ട്. അമേരിക്കയിലുള്ള ആൾക്ക് എത്തും, സിംഗപ്പൂരിലുള്ള ആൾക്ക് എത്തും, ആർക്ക് വേണമെങ്കിലും എത്തും. അതെങ്ങനെ എത്തും എന്ന് പറഞ്ഞാൽ എത്തും. ദർ ഇസ് എ മെക്കാനിസം. ഇവിടെ അയക്കുന്ന ഇമെയിൽ വന്നിട്ട് അവിടെ എത്താനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. അതുപോലെ ഇപ്പൊ ഒരു അസുഖം വന്നു എന്ന് വെച്ചാൽ ഡോക്ടർ പറയും എനിക്ക് കാലുവേദന ഡോക്ടർ, എനിക്ക് കാല് കുത്താൻ വയ്യ എന്ന് പറയും. വേദന കാലിന്. പക്ഷെ ഡോക്ടർ പറയും ആഹാരത്തിന് ശേഷം ഈ ഗുളിക കഴിക്കുവാണെങ്കിൽ നിങ്ങളുടെ കാലുവേദന മാറും. അപ്പൊ വേദന എനിക്ക് കാലിനല്ലേ, ഞാൻ എന്തിനാ ഗുളിക കഴിക്കണം എന്ന് ചിന്തിച്ചാല് വെൻ യു ഓഫർ ടു ഗുളിക കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാലിന്റെ വേദന മാറും. അതുപോലെ യജ്ഞത്തിൽ നമ്മൾ സമർപ്പിക്കുന്ന സാമഗ്രി, യജ്ഞത്തിന് വേണ്ടി നമ്മൾ ഭഗവാനെ അർപ്പിച്ചു വേണ്ടി എന്ത് ചെയ്താലും അവർ പറയും ഇതം കൃഷ്ണായ ഇതം നമമ ഇതം മന്ത്രം ചൊല്ലിയിട്ട് ഇത് ഭഗവാന് വേണ്ടിയിട്ടാണ്, ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഇതം വിഷ്ണുവേ ഇതം നമമ എനിക്ക് വേണ്ടിയിട്ടല്ല ഭഗവാനെ വേണ്ടിയിട്ടാണ്, ഇതം നമമ എനിക്ക് വേണ്ടിയിട്ടല്ല ഭഗവാനെ വേണ്ടി, അങ്ങനെ പറഞ്ഞിട്ട് യജ്ഞത്തിലെല്ലാം ഓഫർ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് ഭഗവാൻ വിഷ്ണുവിന് വന്ന് എത്തും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് വന്നിട്ട് എക്സ്പേർട്ട് ഗൈഡൻസ് വേണം. ഒരു സ്പിരിച്വൽ മാസ്റ്റർ, ഒരു ഗൈഡ് തീർച്ചയായിട്ടും വേണം. അല്ലെങ്കിൽ വളരെ പ്യുവർ ഡിവോട്ടി ആണെങ്കിൽ ഡയറക്ട്ലി ഭഗവാൻ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പൊ ഭക്തോസിമേ സഹാചേതി രഹസ്യമേതത് ഉത്തമം. നീ എന്റെ പ്യുവർ ഭക്തനായിട്ടും എന്റെ സഖാവായിട്ടും ഇരുന്നതുകൊണ്ട് ഈ രഹസ്യം വന്ന് ഞാൻ എനിക്ക് പറഞ്ഞത് ഭഗവാൻ. അപ്പൊ അത്ര നല്ല ഡിവോട്ടി ആണെങ്കിൽ ഭഗവാൻ ഡയറക്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കും ഈ രഹസ്യം. കർമ്മബന്ധനത്തിൽ പെടാതെ അതേ സമയത്തില് നമ്മൾ ഭഗവാനിൽ അർപ്പിച്ച് എങ്ങനെ കർത്തവ്യങ്ങൾ നിർവഹിക്കണം എന്നുള്ളത് എല്ലാം ഭഗവാനിൽ അർപ്പിക്കണം. രാവിലെ എണീക്കുമ്പോൾ നമ്മൾ വന്നിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ തുടങ്ങുന്നുണ്ട്, ഇന്ന് ചെയ്യുന്ന ഓരോരോ പ്രവൃത്തിയും ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ആയിരിക്കണം എന്ന് ഒരു ഭക്തൻ പ്രാർത്ഥിക്കും. പ്രാതപ്രബോധിതോ വിഷ്ണു ഋഷികേശേന യത്വയ യത്തത്കരേ ശീശാന തത്കുരോമി ത്വ ആജ്ഞയ. ഭഗവാന്റെ ആജ്ഞപ്രകാരം ഞാൻ ഓരോരോ കാര്യങ്ങളും ചെയ്യണമേ. അതുപോലെ എല്ലാം കഴിഞ്ഞിട്ട് രാത്രി കിടക്കാൻ പോകുമ്പോഴും കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവ കരോമി സകലം പരസ്മൈ നാരായണായതി സമർപ്പയാമി. വിഷ്ണുവിൽ അർപ്പിക്കണം. അത് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അത് വന്നിട്ട് എല്ലാം ഭഗവാനിൽ അർപ്പിക്കുമ്പോൾ നമുക്ക് കർമ്മബന്ധനം ഉണ്ടാവില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും കർമ്മബന്ധനം ഉണ്ടാവും. അതുകൊണ്ട് വി ഷുഡ് ബി വെരി കെയർഫുൾ. നമ്മൾ വന്നിട്ട് കർമ്മബന്ധനത്തിൽ പെട്ടാൽ വീണ്ടും 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 പുനരപ്പി ജനനം പുനരപ്പി മരണം, വീണ്ടും ജനിക്കണം വീണ്ടും അത് വേണ്ട. ചുമ്മാ എന്ത് വേണമെങ്കിലും ചെയ്യാന്നില്ല. വിഷ്ണു പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ വന്നിട്ട് ബോണ്ടേജ് ഇല്ല. സ്വയം തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യത്തിലും വന്ന് ബോണ്ടേജ് ഉണ്ട്. ആൻഡ്
പിന്നെ എല്ലാം ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ വന്നിട്ട് കൃഷ്ണഭക്തി എന്നുള്ള ഉയർന്ന സ്ഥലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നേരത്തെ വന്നിട്ട് ഓരോരോ യജ്ഞം ചെയ്യുന്നത് ഭഗവാനെ എനിക്കിത് വേണമേ, അത് വേണമേ, അത് വേണം, ഇത് വേണം എന്നുള്ള ഓരോരോ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് യജ്ഞം ചെയ്യുമായിരിക്കും ആൾക്കാർ. പിന്നെ കുറെ 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 ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അവർ പ്യൂരിഫൈ ആവും. ബിക്കോസ് ഭഗവാന്റെ സേവ ചെയ്യുമ്പോൾ, ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മങ്ങളെല്ലാം അവിടെ പ്യൂരിഫൈ ആവുന്നു. പിന്നെ ഭഗവാന്റെ അനുഗ്രഹവും, ഭഗവാൻ തൃപ്തിയാവുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹവും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. കിട്ടുമ്പോൾ സ്ലോലി നമ്മൾ പ്യൂരിഫൈ ആയി ഭക്തിയുത സേവനം ചെയ്ത് പിന്നെ നമ്മൾ ഭഗവത് ധാമത്തേക്ക് എത്തിച്ചേരാന്ന് ശില പ്രഭുപാദ് ഇവിടെ പറയുന്നുണ്ട്. ഇത് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നോക്കിയാല് അസുരന്മാർ വന്നിട്ട് ഭഗവാനെ വന്നിട്ട് ശരണം പ്രാപിക്കില്ല. അസുരന്മാർ വന്നിട്ട് തപസ്യ ചെയ്താലും അത് ഭഗവാനെ അർപ്പിച്ച് ചെയ്യല, വിഷ്ണു പ്രീതിക്ക് വേണ്ടി ചെയ്യത്തില്ല. ഇപ്പൊ അസുരന്മാരെല്ലാം വന്നിട്ട് നമ്മൾ നോക്കാം, ശിവന്റെ അടുത്ത് മഹാദേവന്റെ അടുത്ത് നിന്ന് വരം മേടിക്കും അവര്. പിന്നെ ബ്രഹ്മദേവന്റെ അടുത്ത് വരം മേടിക്കും. വിഷ്ണുവിന്റെ അടുത്ത് അസുരന്മാര് വരികയില്ല. പക്ഷെ അതിന് വന്നിട്ട് കിട്ടുന്ന റിസൾട്ട് എല്ലാം വന്നിട്ട് വളരെ ടെമ്പററി ആയിരിക്കും. പക്ഷേ ഭക്തന്മാർ വന്നിട്ട് ഇന്റലിജന്റ് ആണ്. യജ്ഞേർ സങ്കീർത്തനപ്രായേർ യജന്തി സുമേധസഹ. ദ മോസ്റ്റ് ഇന്റലിജന്റ് പീപ്പിൾ ആർ ഡിവോട്ടീസ്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാല് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി യജ്ഞം ചെയ്യും. സിമ്പിൾ. നമ്മൾ ഈവൻ പുരാണത്തിലെ സ്റ്റോറീസ് എല്ലാം എടുത്താലും നമ്മുടെ രാമായണില് രാവണൻ ഉണ്ടായിരുന്നു. രാവണൻ വന്നിട്ട് സ്വർണ്ണ ലങ്കാപുരി കുബേരനെ തോൽപ്പിച്ച് ആ ലങ്ക മൊത്തം ഓക്യുപ്പൈ ചെയ്തു. ലങ്ക മൊത്തം ഓക്യുപ്പൈ ചെയ്തിട്ട് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ടു രാവണൻ. അതേമാതിരി നമ്മൾ നോക്കിയാല് വേറെ ആരിലായിരുന്നു ഏനോ ഹിരണ്യകശിപു കുറെ തപസ്യ ചെയ്തു, പോയി കാട്ടില് പോയി കുറെ എല്ലാം തപസ്യ ചെയ്ത് അമരത്വം വേണമെന്നെല്ലാം പറഞ്ഞ് ബ്രഹ്മദേവനെ പ്രാർത്ഥിച്ച് ബ്രഹ്മാവ് പറഞ്ഞു, ഐ ഓൾസോ ഹാവ് ദാറ്റ്, യുനോ, ഞാനും വയസ്സാവുന്നുണ്ട്, എനിക്കും എൻ്റെ ആയുസ് പ്രകാരം 100 വയസ്സുണ്ട്, എനിക്ക് അങ്ങനെ മരണമില്ലാത്ത ഒരു ഇത് വരം തരാൻ പറ്റില്ല, അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ളത് എന്തെങ്കിലും ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. ആൻഡ് യു സി, ഇങ്ങനെ അസുരന്മാരെല്ലാരും ഭഗവാന്റെ അടുത്ത് പോകത്തില്ല. അവരെല്ലാം ഒരുപാട് 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 കഷ്ടപ്പെട്ടു. പക്ഷെ ഭക്തന്മാർ വന്നിട്ട് ഇതിനെ ഒന്നും വലുതായിട്ട് വേണമെന്നൊന്നും പ്രതീക്ഷിക്കത്തില്ല. സിംപ്ലി ബൈ സറണ്ടറിങ് ടു ലോർഡ് രാമചന്ദ്ര, സിംപ്ലി ബൈ സറണ്ടറിങ് ടു ലോർഡ് കൃഷ്ണ, അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യണമെന്ന് അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു പ്രയാസമില്ലാതെ അവർക്ക് കിട്ടും. ഒരു പ്രയാസമില്ലാതെ ശ്രീരാമചന്ദ്രമൂർത്തിയെ സേവിച്ചപ്പോൾ വിഭീഷണന് വന്നിട്ട് ലങ്ക കിട്ടി. വിഭീഷണൻ ഒരിക്കലും വിചാരിച്ചില്ല ലങ്കാപതി ആവണമെന്നെല്ലാം വിചാരിച്ചില്ല. രാമനെ തൃപ്തി ചെയ്യണമെന്ന് മാത്രം വിചാരിച്ചുള്ളൂ. രാമനെ പോയി സേവ ചെയ്യാൻ തയ്യാറായിരുന്നു. അതാണ് അവരുടെ ഡിസിഷൻ. പ്രഹ്ലാദ് മഹാരാജനും അതുപോലെ ഒന്നും എന്ത് ഡിഫിക്കൽട്ടീസ് വന്നാലും ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നതിൽ വന്നിട്ട് വളരെ സ്ട്രോങ് ആയിരുന്നു. വിഷ്ണുവിനെ അർപ്പിച്ച് ഓരോരോ കാര്യവും ചെയ്തപ്പോ വിഷം കൊടുക്കുമ്പോഴും വിഷം കുടിച്ചപ്പോഴും സർപ്പങ്ങൾക്കിടയിലെ തേളും പാമ്പും എല്ലാം മലയിൽ നിന്ന് വലിച്ചെറിഞ്ഞപ്പോഴും ആനയിലക്കാളുടെ ചവിട്ടാൻ നോക്കിയപ്പോഴും സമുദ്രത്തിൽ വലിച്ചെറിഞ്ഞ എന്ത് തന്നെ ആയാലും ഈ എല്ലാ സമയവും ആ ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാൻ എല്ലാറ്റിലും ഭഗവാനെ ഓർത്തു, എല്ലാറ്റിലും. അപ്പൊ വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഒരു ശക്തിയും പ്രഹ്ലാദ് മഹാരാജാവിന് എന്താ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നുമേ ചെയ്യാൻ പറ്റില്ല. അപ്പോ സ്വയം ഹിരണ്യകശിപു ചോദിച്ചു, ഞാൻ എന്തുമാത്രം തപസ്യ ചെയ്തു, എത്ര ഇതെല്ലാം ചെയ്തു, നീ ഒരു തപസ്യയും ചെയ്യാതെ ഭഗവാന്റെ നാമം ജപിച്ചിട്ട് ഭരിക്കുന്നേ ഇല്ലല്ലോ, ഞാൻ മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്തെല്ലാം തപസ്യ ചെയ്തു, എത്രയെല്ലാം കഷ്ടപ്പെട്ടു. ബട്ട് ഇവരെല്ലാം വന്ന് എന്ത് ചെയ്തു വെച്ചാൽ വിഷ്ണുവിനെ ആശ്രയിച്ചിരുന്നു, വിഷ്ണുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ചു, അവരുടെ ജീവിതം അങ്ങനെ നയിച്ചു. വിഷ്ണുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഒരു കർമ്മബന്ധം. അതാണ് സീക്രട്ട് വന്നിട്ട് we should learn the technique of doing everything for the satisfaction of Vishnu. അപ്പൊ അതുപോലെ പണ്ടത്തെ രാജാക്കളെല്ലാം നോക്കിയാല്
നമ്മുടെ അംബരീഷ് മഹാരാജാവ് ഉണ്ടായിരുന്നു. എന്ന കാര്യം ചെയ്താലും വിഷ്ണുവിൽ അർപ്പിച്ച് ചെയ്യുമായിരുന്നു. സവൈ മനകൃഷ്ണ പാദാരവിന്ദയോർ വാചാംസി വൈകുണ്ഠ ഗുണാനുവർണനേ കരൗ ഹരിർമന്ദിരമാർജനാദിഷു ശ്രുതിം ചകാരാച്യുത സത്കതോദയേ മുകുന്ദലിംഗാലയ ദർശനേ ദൃശൗ തദ്ഭൃത്യ ഗാത്രസ്പർശേ അംഗസംഗമം ഘ്രാണം ച തത്പാദ സരോജ സൗരഭേ ശ്രീമത്തുലസ്യാ രസനാം തദർപ്പിതേ പാദൗ ഹരിക്ഷേത്ര പദാനു സർപ്പണേ ശിരോ ഋഷികേശ പദാഭിവന്ദനേ കാമം ച ദാസേന തു കാമകാമ്യയാ യതോത്തമ ശ്ലോക ജനാശ്രയാരതി. അപ്പൊ മഹാരാജ അംബരീഷ മഹാരാജൻ എന്താ ചെയ്തേ? മനസ്സ് എപ്പോഴും ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്തിരുന്നു. വാക്കുകൾ ഭഗവാനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്തു. കൈകൾ ഭഗവാന്റെ അമ്പലം വൃത്തിയാക്കാൻ വേണ്ടി യൂസ് ചെയ്തു. ചെവികൾ കൊണ്ട് എപ്പോഴും ഭഗവാനെ കുറിച്ചുള്ള വാക്കുകൾ കേൾക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഭഗവാനെ കുറിച്ചുള്ള വാക്കുകൾ സംസാരിക്കും, അതിനെക്കുറിച്ച് കേൾക്കും. കണ്ണുകൾ എപ്പോഴും ഭഗവാന്റെ ശ്രീവിഗ്രഹത്തിന് നോക്കി, അതിനു വേണ്ടിയിട്ടായിരുന്നു. അത് നോക്കാനും അമ്പലത്തിലോട്ട് പോകാനെല്ലാം വെച്ചു വന്നു. പിന്നെ സെൻസ് ഓഫ് ടച്ച് ഭക്തന്മാരെ ആലിംഗനം ചെയ്യുക, ഭക്തന്മാർ അങ്ങനെ. പിന്നെ സെൻസ് ഓഫ് സ്മെൽ ഭഗവാനിൽ അർപ്പിച്ച തുളസി ഇലകളെ സ്മെൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. നാവ് കൊണ്ട് ഭഗവാന്റെ പ്രസാദം ടേസ്റ്റ് ചെയ്തു. കാലുകൾ കൊണ്ട് ദിവ്യക്ഷേത്രങ്ങൾക്കെല്ലാം പോയി. തല എപ്പോഴും ഭഗവാനെ നമിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. പിന്നെ എല്ലാ ഡിസയേഴ്സും 24 hours a day ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിച്ചു. ഒരു മഹാരാജാവ് എല്ലാ സെൻസസും നവവിധ ഭക്തിയിലുള്ള എല്ലാ അംഗങ്ങളും ഒരു മഹാരാജാവ് പ്രാക്ടീസ് ചെയ്തു. പക്ഷെ ശീല പ്രഭുപാദ് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു ഈ ശ്രവണ കീർത്തന സ്മരണ വന്ദന പാദ സേവന ദാസ്യരേ പൂജന സഖി ജന ആത്മ നിവേദന ഗോവിന്ദ ദാസ ബീലാശരേ. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അർച്ചനം, ബന്ധനം, ഈ നവവിധ ഭക്തിയിൽ ഏതെങ്കിലും ഒന്ന് പെർഫെക്റ്റ് ആയി ചെയ്താലും നമ്മൾ ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തിച്ചെല്ലാം. ബിക്കോസ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്തിനാ? ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് എന്താന്ന് വെച്ചാല് നമ്മള് ഭഗവാന്റെ അടുത്ത് കൂടുതൽ അടുപ്പിക്കും. പിന്നെ നമ്മുടെ ഭൗതികമായിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ദൂരെ മാറ്റിവെക്കും. ബിക്കോസ് എപ്പെല്ലാം ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നുവോ ആ സമയം നമ്മള് അത്രയും ഒരു പ്യൂറസ്റ്റ് ഭഗവാൻ പവിത്രമാണ്. ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താന്ന് വെച്ചാല് ഭഗവാൻ പവിത്രമാണ്. അപ്പൊ ഭഗവാന്റെ ലീലകളും നാമവും രൂപം ഇതെല്ലാം ഭഗവാനെ പോലെ തന്നെ എല്ലാം 100% പ്യൂറാണ്. അപ്പൊ അങ്ങനത്തെ ഭഗവാനെ നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യവും ഭഗവാനെ അർപ്പിച്ച് ചെയ്യുമ്പോൾ അവിടെ സത്വഗുണമില്ല, രജോ ഗുണമില്ല, തമോ ഗുണമില്ല, അവിടെ ശുദ്ധ ഭക്തി മാത്രമേ ഉള്ളൂ. ബിക്കോസ് നമ്മൾ ചെയ്യുന്ന ഓരോരോ ആക്ഷന്റെ ഉദ്ദേശം എന്താണ്? ഭഗവാനെ തൃപ്തി ചെയ്യണം എന്നുള്ളതാണ്. സോ വി വാണ്ട് ഓൺലി ടു സാറ്റിസ്ഫൈ കൃഷ്ണ, സാറ്റിസ്ഫൈ കൃഷ്ണ, സാറ്റിസ്ഫൈ കൃഷ്ണ. ഒരു കാര്യം ചെയ്യാതിരിക്കുന്നില്ല, പക്ഷെ ഞാൻ ചെയ്യുന്ന ഈ കാര്യം ഭഗവാനെ പ്രീതി ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്തായെന്ന് വെച്ചാൽ നമ്മുടെ സെൽഫിഷ് നേച്ചറിനെ അവിടെ ഇതില്ല, ഒരു പ്ലേസും ഇല്ല അവിടെ. പിന്നെ ഭഗവാനെ തൃപ്തി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മള് വളരെ സന്തുഷ്ടമാകും. അങ്ങനെ യയാത്മാ സുപ്രസീദത്തി എന്ന ഭാഗവതം പറയുന്ന ഭയങ്കര ഹാപ്പി ആകും. ഭഗവാനെ തൃപ്തി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വേരിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്രൂട്ട്സും ഫ്ലവേഴ്സും എല്ലാം ലീവ്സും ബ്രാഞ്ചസും ട്വിഗ്സും എല്ലാം നല്ലോണം സാറ്റിസ്ഫൈഡ് ആകുന്നത് പോലെ, വയറ്റിന് ആഹാരം കൊടുക്കുമ്പോൾ ഈ ശരീരം മൊത്തം എനർജൈസ്ഡ് ആവുന്നത് പോലെ ഭഗവാനിൽ സേവ ചെയ്യുമ്പോൾ, ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ എന്താവുമെന്ന് വെച്ചാല് നമ്മള് പ്യൂരിഫൈ ആവും. പിന്നെ നമ്മൾ ഫുള്ളി എനർജൈസ്ഡ് ആവും. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബന്ധനവും ഇല്ല. പിന്നെ അങ്ങനെ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വി വിൽ ഗോ ബാക്ക് ഹോം, ബാക്ക് ടു ഗോഡ്. ഭഗവത് ധാമത്തിലേക്ക് നമ്മൾ ചെല്ലാൻ പറ്റും. ആ ഒരു ടെക്നിക്കാണ്
ശില പ്രഭുപാദ് വന്ന് നമുക്ക് പഠിപ്പിക്കുന്നത്. ശില പ്രഭുപാദ് വന്ന് നമുക്ക് ഇതില് പഠിപ്പിക്കുന്നത് അതാണ്. അപ്പോ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വർണ്ണാശ്രമ വിധി പ്രകാരം നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് വന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ വിൽ ബിക്കം വെരി ഹാപ്പി. കൃഷ്ണ വിൽ ബിക്കം വെരി ഹാപ്പി, വി വിൽ ബിക്കം വെരി ഹാപ്പി. പിന്നെ നമുക്ക് ഒരു കർമ്മബന്ധനവും അവിടെ ഉണ്ടാവില്ല. ഇതാണ് നമ്മൾ ഈ ശ്ലോകത്തില് മെയിൻ ആയിട്ട് കാണുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഹരേ കൃഷ്ണ. ക്ലിയർ ആവുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഹരേ കൃഷ്ണ മാതാജി. മനസ്സിലായി മാതാജി, സംശയമില്ല, നന്നായി മനസ്സിലായി. താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതോടുകൂടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ പഠിച്ച പോയിന്റ്സ് എല്ലാം എന്താണ്? ഓരോരോ ഡിവോട്ടി ഓരോരോ പോയിന്റ് പറയണേ. മെയിൻ ആയിട്ടുള്ള പോയിന്റ്, ഈ ശ്ലോകത്തിലുള്ള പോയിന്റ്. ഹരേ കൃഷ്ണ. എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് ഭഗവാന് സമർപ്പിച്ച് അങ്ങനെ ചെയ്യണം. ഭഗവാന്റെ പ്രീതിക്കായിട്ട് ചെയ്യണം. യെസ്, വിഷ്ണു പ്രീതിക്ക് വേണ്ടി ചെയ്യണം. അതാണ് ഇമ്പോർട്ടന്റ് ലെസൺ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എവിടുന്ന് എന്താണ് അതിന്റെ റിസൾട്ട്? മുക്തി കിട്ടും, ഭഗവാന്റെ ലോകത്ത് എത്താൻ പറ്റും. യെസ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി വീണ്ടും 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 ഇവിടെ തന്നെ ജനിച്ച് കർമ്മഫലത്തിനെ, ഇത് കർമ്മഭൂമിയാണ്, ഇത് ഇവിടെ വന്നിട്ട് നമ്മുടെ കർമ്മത്തിന്റെ ഫലം എല്ലാം തീർത്തിട്ട് മാത്രമേ നമുക്ക് നിൽ ബാലൻസ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്തെങ്കിലും പ്ലസോ മൈനസോ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പാപകർമ്മങ്ങൾ ഉണ്ടെങ്കിലും ആ പാപത്തിന്റെ കർമ്മഫലം എല്ലാം ഇവിടെ തീർക്കാൻ ഇവിടെ തന്നെ ജനിക്കണം. അതേപോലെ പുണ്യം കുറെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ പുണ്യം കർമ്മഫലത്തിനെ അനുഭവിക്കാൻ വേണ്ടി വീണ്ടും ഈ ലോകത്തിൽ തന്നെ ചെയ്യണം. ബട്ട് ഈ പാപവും പുണ്യവും ഇല്ലാതെ ഭഗവത് പ്രീതിക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വി വിൽ ഗോ ബാക്ക് ഹോം ഡയറക്ട്ലി ബാക്ക് ടു ഗോഡ്. അപ്പൊ നമുക്ക് ഒരു പാപമില്ല, ഒരു പുണ്യവുമില്ല. അപ്പൊ കംപ്ലീറ്റ്ലി ടാലി ആയ പിന്നെയേ നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് നമുക്ക് തിരിച്ചെല്ലാൻ പറ്റും. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ. ഈ ശ്ലോകവും എല്ലാവരും ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ശ്ലോകമാണ്. ഈ ശ്ലോകത്തിലെ ഭഗവാൻ പറയുന്നു എല്ലാം എന്നിൽ അർപ്പിച്ച് ചെയ്യണമെന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞു. സോ അത് ഈ ശ്ലോകം വന്ന് എല്ലാവരും ബൈഹാർട്ട് ചെയ്യണം. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ താങ്ക് യു സോ മച്ച്. നമുക്ക് ഇതോടെ നമ്മുടെ ഈ സെഷൻ വന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു. ഹരേ കൃഷ്ണ. ഒരു സംശയം ചോദിച്ചോട്ടെ? പ്ലീസ്. മാതാജി, ഇപ്പൊ എടുത്ത ടോപ്പിക് അല്ല, എടുത്ത ടോപ്പിക്കിൽ നിന്നുള്ള ഡൗട്ട് അല്ല, ചോദിച്ചോട്ടെ? ഓക്കെ. മാതാജി, നമ്മുടെ മനുഷ്യരുടെ ബോഡിയും പിന്നെ യക്ഷ, ഗന്ധർവ, കിന്നര, ചാണൂര അവരുടെ ബോഡിയും തമ്മിൽ എന്താ വ്യത്യാസം വരുന്നത്? നമ്മൾ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ബോഡിയാണ്. അപ്പൊ അവരുടെ ബോഡി ഏത് ബോഡി ആയിരിക്കും? അവർക്ക് കർമ്മബന്ധനം ഇല്ലേ? അവർക്ക് വരുന്നില്ലേ അത്? ഈ യക്ഷ, ഗന്ധർവ, ചാണൂര അവർക്കുണ്ട് കർമ്മബന്ധനമുണ്ട്. യക്ഷന്മാരും ഗന്ധർവന്മാരും പാപം ചെയ്തു ദോഷം ചെയ്ത് ഒരു താഴെ നലക്കുവേര മണിഗ്രീവയുടെ സ്റ്റോറി എടുത്താല് അവർ ഗന്ധർവസ് ആയിരുന്നു. അവരുടെ ബോഡി ഏത് തലത്തിലാണ് വരുന്നത്? പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരമാണോ അവരുടെ വരുന്നത്? അവരുടെ ബോഡിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. ബട്ട് അവർക്കും കർമ്മബന്ധം ഉണ്ട്. നമ്മുടെ ഈ ദാമോദര ലീലയില് വന്നിട്ട് നോക്കുമ്പോ മിസ്റ്റേക്ക് ചെയ്തപ്പോ അവര് മരമായിട്ട് അത്രയും നല്ല ഗന്ധർവന്റെ ശരീരം ലൂസ് ചെയ്ത് അവര് ഇതായിട്ട് വന്ന് ജനിച്ചു. അപ്പൊ കർമ്മബന്ധം ഉണ്ട്.
അവർ ചെയ്ത മിസ്റ്റേക്സിനെ അവർ അനുഭവിക്കുന്നുണ്ട്. സോ ഈ മനുഷ്യനിലെ വന്നിട്ട് 4 ലക്ഷം വെറൈറ്റീസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഉണ്ട്. അതിലെ യക്ഷാസ്, ഗന്ധർവാസ്, കിന്നറാസ്, എല്ലാവരും കുറച്ച് വെറൈറ്റി ഉണ്ട്. മനുഷ്യനിലെ വന്നിട്ട് 4 ലക്ഷം വെറൈറ്റി മനുഷ്യന്മാരുണ്ട്. അപ്പൊ അവരും ഈ കാറ്റഗറിയിൽ വരും. അവർക്കുണ്ട് മനുഷ്യ ശരീരം കിട്ടിയിട്ടുണ്ടെങ്കിൽ കർമ്മബന്ധത. ഈവൻ ദേവന്മാർ, ഇന്ദ്രൻ തെറ്റ് ചെയ്തു, താഴെ വന്ന് പന്നിയെ ജനിച്ചു, അങ്ങനെയെല്ലാം കേട്ടിട്ടുണ്ട്. സോ മിസ്റ്റേക്സ് ചെയ്യുമ്പോൾ വിഷ്ണു പ്രീതിക്ക് വേണ്ടി ചെയ്യാതെ അഹങ്കാരത്തിൽ നമ്മൾ ഓരോരോ കാര്യം ചെയ്യുമ്പോൾ അത് കർമ്മബന്ധനമാക്കും. അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് മേലെയുള്ള ലോകത്തിലോ താഴെയുള്ള ലോകത്ത് അത്തല സുത്തല വിത്തല തലാത്തല രസാത്തല മഹാത്തല പാതാള എന്നെല്ലാം ഉണ്ട്. അതേപോലെ ഭൂ ഭുവർ സുവർ മഹർ ജനസ് തപസ് സത്യ 7 ഹയർ പ്ലാനറ്ററി സിസ്റ്റം ഉണ്ട്, 7 ലോവർ പ്ലാനറ്ററി സിസ്റ്റം ഉണ്ട്. അപ്പൊ ഈ ഏതെങ്കിലും ഒരു ഗ്രഹത്തിലെ ഈ ഏതെങ്കിലും ഒരു പ്ലാനറ്ററി സിസ്റ്റമില് നമ്മുടെ കർമ്മഫലം തീർത്തിട്ട് നിൽ ബാലൻസ് ആയ പിന്നെ ഈ 14 ലോകത്തിൽ നിന്ന് നമുക്ക് വെളിയിൽ, അത് കഴിഞ്ഞിട്ട് മേലെ പോകുമ്പോഴേ വൈകുണ്ഠ ലോകവും പിന്നെ ജന്മമൃത്യു വിചാരാവ്യാധിയിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റും നമുക്ക്. ഈ 14 പ്ലാനറ്ററി സിസ്റ്റംസിൽ വന്നിട്ട് ജന്മമൃത്യു അപ് ടു സത്യലോക ബ്രഹ്മാവിന്റെ ലോകം വരെ ഈ ജന്മമൃത്യു ജരാവ്യാധി ഉണ്ട്. ജന്മമൃത്യു ജരാവ്യാധി മീൻസ് കർമ്മഫലം, ആ കർമ്മത്തിന് അനുഭവിക്കണം, അതെല്ലാം ഉണ്ട്. ഈ അതേപോലെ തന്നെ ഈ അനിമൽസ് ആൻഡ് റെപ്റ്റൈൽസ് ആൻഡ് ഫിഷ്, അതേപോലെ ഇവർക്ക് ഇത് വരുന്നുണ്ടോ? പഞ്ചഭൂത നിർമ്മിതമായ ശരീരമാണോ അവർക്ക് നമ്മളെ പോലെ? ഈ കർമ്മേന്ദ്രിയ ഈ ലോകത്തിലുള്ളവർക്ക് എല്ലാവർക്കും അതെ പഞ്ചഭൂത ശരീരം തന്നെ. യെസ്, ഞാൻ പറയുന്നത് ബേസിക് എലിമെന്റ്സ്, ഈ സൃഷ്ടിയുടെ ബേസിക് എലിമെന്റ് തന്നെ ഭൂമി റപ്പു എന്നുള്ള വായുകം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സൃഷ്ടിയും ഈ ഭൂമിയിലെ മൂവിങ് നോൺ മൂവിങ് എല്ലാമേ വന്നിട്ട് ഈ പഞ്ചഭൂത. ഇപ്പൊ ബിൽഡിംഗ് ആയാലും ഈ പഞ്ചഭൂതത്തിന്റെ യൂസ് ചെയ്തിട്ടേ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതേപോലെ പ്രാണിയായാലും മരമായാലും എന്തായാലും ഈ 5 എലിമെന്റ്സ് കൊണ്ട് ആയ ശരീരം തന്നെയാണ്. വൈകുണ്ഠ ലോകത്തിൽ പോയാൽ മാത്രമേ, വൈകുണ്ഠലോകം, ഗോലോക വൃന്ദാവനം അങ്ങനെയെല്ലാം പോകുമ്പോൾ മാത്രമേ നമുക്ക് വന്നിട്ട് ഈ ഭൗതിക ശരീരം ഇല്ലാത്തത്, പഞ്ചഭൂത ഉള്ള ശരീരം ഇല്ലാത്തത്. അപ്പൊ 4 കൈയിലുള്ള നാരായണ രൂപം, മോക്ഷപ്രാപ്തി, സായുജ്യ, സാരൂപ്യ, സാഷ്ടി, 5 തരത്തിലുള്ള മോക്ഷങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അത് അല്ലാതെ വേറെ ഏത് രൂപം കിട്ടിയാലും അത് ഇന്ദ്രനായാലും ചന്ദ്രനായാലും 33 കോടി ദേവന്മാരായാലും ആരായാലും കർമ്മഫലം അനുസരിച്ച് നമ്മൾക്ക് എന്താണ് ഈ ഫിസിക്കൽ ആയിട്ടുള്ള ബോഡി ഉപേക്ഷിക്കണം എന്ന് പറയുന്നത്? ഈ ഫിസിക്കൽ ആയിട്ടുള്ള ബോഡി കൊണ്ട് കൂടി നമുക്ക് ഹയർ പ്ലാനറ്റിലേക്ക് പൊക്കൂടെ? കാരണം വെച്ചാല് വിശ്വാമിത്ര മഹർഷി ഇതേ പ്രകാരം തന്നെ ത്രിശങ്കുനെ കൊണ്ടുപോയല്ലോ, എന്നിട്ട് ഇടയ്ക്ക് വെച്ചിട്ടാണ് സ്റ്റോപ്പ് ചെയ്യുക ചെയ്തത്. അപ്പൊ ത്രിശങ്കുന് എന്താണ് പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരമായിരുന്നു. എനിക്ക് പോകാനുള്ള യോഗ്യത ഇല്ല. അല്ല ഇല്ല, പഞ്ചഭൂത നിർമ്മിതമായ ശരീരം കൊണ്ടല്ല, പഞ്ചഭൂത നിർമ്മിതമായുള്ള ശരീരമായാലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മള് സ്വർഗലോകത്തിലേക്ക് പോകാൻ പറ്റും. ഒരു സ്ഥലത്തിലേക്ക് ഫിസിക്കൽ ബോഡിയോട് കൂടിയിട്ട് പോയവരാരെങ്കിലും ഉണ്ടോ ഹയർ പ്ലാനറ്റിലേക്ക്? എത്രയോ ഉണ്ട്. ശീല പ്രഭുപാദിന്റെ പുസ്തകം വായിച്ചാൽ അറിയാം. ഈസി ജേർണി ടു അതർ പ്ലാനറ്റ്സ് എഴുതിയിട്ടുണ്ട്. യോഗി ഋഷിമാരെല്ലാം വന്നിട്ട് അല്ല, അവര് യോഗി ശേഷല്ലേ പോകുന്നത്? അവർക്ക് പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരമില്ല. അവരുടെ ഫിസിക്കൽ ബോഡി എർത്തിൽ വെച്ചിട്ട് അവര് ഉപേക്ഷിച്ചതിന് ശേഷം നെക്സ്റ്റ് ബോഡി അവര് എടുത്ത് ഹയർ പ്ലാനറ്റിൽ. തപസ്വികൾ തപസ്വി ഋഷിമാരെല്ലാം വന്ന് മോക്ഷം കിട്ടിയവരൊന്നും അല്ല. തപസ്വീസ്, ഋഷീസ് എല്ലാം, മഹർഷീസ് എല്ലാം വന്നിട്ട് നോക്കിയാല് ഒരു സ്ഥലത്തിലുണ്ടാവും. ഇവിടെ നിന്നിട്ട് അങ്ങോട്ടേക്ക് എത്തണം എന്ന് വെച്ചാല് അവർ ഏത് സ്ഥലത്തിലേക്ക് എത്തണം എന്ന് ആ സ്ഥലത്തിലേക്ക് വന്നിട്ട് ഏത് പ്ലാനറ്റിലേക്ക് അവർ പോകണം എന്ന് വിചാരിച്ചാലും ആ പ്ലാനറ്റില് അവര് ഈ ശരീരം കൊണ്ട് തന്നെ അവർക്ക് പോകാൻ പറ്റും. ആ ടെക്നിക്സ് എല്ലാം ഉണ്ട്. ഭക്തിയില് വന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മേലെ വരുമ്പോ അവർക്ക് വന്നിട്ട് ഈ അഷ്ടസിദ്ധി എല്ലാം ഉണ്ടല്ലോ, അനിമ, മഹിമ, ലഹിമ, അങ്ങനെയാണ് എല്ലാ സിദ്ധി, അഷ്ടസിദ്ധിയില് വന്നിട്ട് അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഇനിയൊരു സ്ഥലത്തേക്ക് എല്ലാം പോകാൻ പറ്റും. ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ പൂന്താനം ഭഗവാൻ നേരിട്ട് കൊണ്ടുപോയത് വന്നിട്ട് ഈ ഉടലോട് കൂടെ സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി നമ്മള് കേട്ടിട്ടുണ്ട്. അതുപോലെ മറ്റേ പണ്ടർപൂരിലെ വാട്ട് ഈസ് ഹിസ് നെയിം, എനിക്ക്
ഭക്തന്റെ പേര് ഓർമ്മ വരുന്നില്ല. പണ്ടർപൂരില് വിട്ടൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പാണ്ഡുരംഗ ഉം പാണ്ഡുരംഗ വിട്ടല പാണ്ഡുരംഗ വിട്ടല പാടുന്ന ആളുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ ഭക്തൻ വന്നിട്ട് ഇതേപോലെ തന്നെ എപ്പോഴും 24 hours സ്മരിച്ചുകൊണ്ടേയിരിക്കും. വൈകുണ്ഠ പ്ലെയിൻ വരും, വൈഫിന് വരുന്നുണ്ടോ എന്ന് ചോദിക്കും, വൈഫ് വരത്തില്ല എന്ന് പറയും, ടാറ്റ പറഞ്ഞിട്ട് പുള്ളി പോകും. ഭഗവാൻ ഒന്ന് അങ്ങനെ ഉടലോടെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ ആക്ച്വലി പ്രഭുജി ഓരോരു ഹാബിറ്റാറ്റിലും അതിന് ഇതേ ഉടലോടെ കൂടെ അങ്ങ് പോകാൻ പറ്റില്ല. അവിടെ സ്പിരിച്വൽ വേൾഡിൽ ഇപ്പൊ വന്നിട്ട് വെള്ളത്തിന്റെ അകത്ത് ഒരു ശരീരം, പഞ്ചഭൂത നിർമ്മിത ശരീരമായാലും നമ്മളെ വന്നിട്ട് വെള്ളത്തിന്റെ അകത്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുപോലെ മീനിനെ പിടിച്ചിട്ട് വന്നിട്ട് AC-ക്കകത്ത് വലിയ കംഫർട്ടും ബെഡും എല്ലാം കൊടുത്താലും അതിന് പറ്റില്ല. അതുപോലെ തന്നെ സൂര്യഗ്രഹത്തിലെ ജീവികളുണ്ട്. നമ്മൾക്ക് ഒരു വിളക്കിന്റെ ഒരു ചെറിയ ചൂട് തട്ടിയാലേ നമ്മൾ വന്നിട്ട് എന്താകും, നമുക്ക് വന്നിട്ട് പൊള്ളി പോകും. പക്ഷെ സൂര്യഗ്രഹത്തില് ആ ടെമ്പറേച്ചറിൽ ജീവിക്കാൻ പറ്റിയ അതിനെ പറ്റിയ ശരീരവും അതിനെ പറ്റിയ എന്താ പറയാ ആവശ്യമുള്ള സിറ്റുവേഷൻസ് എല്ലാം ഉള്ളപ്പോ അവിടെയും ജീവനുണ്ട്. സൂര്യഗ്രഹത്തില്, ചന്ദ്രഗ്രഹത്തില്, അതുപോലെ പാതാള ലോകത്തിലും ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അതിന് പറ്റിയ അവിടെ താമസിക്കാൻ പറ്റിയ സൗകര്യങ്ങളും അതിന് പറ്റിയ ശരീരവും കൂടെ ഇവിടെ പറയുന്നത്. നമ്മൾ ഈ ഉടലോടെ കൂടി പോയി എന്ന് പറഞ്ഞാലും അവിടെ എൻട്രി ചെയ്യുമ്പോൾ അതിനെ പറ്റിയ ഒരു ശരീരം അവർക്ക് കിട്ടുമായിരിക്കും. ഏത് ലോകത്തിൽ പോകുന്നുണ്ടോ അതിനെ പറ്റിയ ഒരു ശരീരം അവർക്ക് കിട്ടി. ചുമ്മാ ഇവിടുന്ന് നമ്മള് ഈവൻ വളരെ തണുത്ത കൺട്രീസ് പോകുമ്പോൾ നമ്മൾ ഫുള്ളി കവേർഡ് പാക്ഡ് ആയിട്ട് നമ്മൾ പോകുന്നത്, ഫുള്ളി തേർമൽ വെയറെല്ലാം ഇട്ടിട്ടാ പോകുന്നത്. ഈവൻ വളരെ ഐസ് കോൾഡ് പ്ലേസസിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവിടുന്ന് ഈവൻ ബദ്രിനാഥ് യാത്ര, അമർനാഥ് യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ വേഷഭൂഷ എല്ലാം അതിനനുസരിച്ച് നമ്മൾ മാറ്റുന്നുണ്ട്. അതുപോലെ സൗദി അറേബ്യ പോലെ കൺട്രീസിൽ പോകണമെങ്കിൽ യു ഹാവ് ടു വെയർ എ ബുർക്ക. അപ്പൊ ഈവൻ ഇവിടെ തന്നെ വന്നിട്ട് നമുക്ക് പ്ലേസിനനുസരിച്ച് നമ്മുടെ വേഷഭൂഷാദികളെല്ലാം മാറുന്നത് പോലെ ഇത് വെറും ഔട്ട്വേർഡ് ഡ്രസ്. ബട്ട് ഓരോ ഡിഫറെന്റ് പ്ലാനറ്റ്സിൽ പോകുമ്പോൾ യു മേ ഗെറ്റ് എൻ എൻട്രി, ബട്ട് അക്കോർഡിംഗ്ലി യു വിൽ ഓൾസോ ചേഞ്ച് യുവർ ബോഡി. അതിന് ആ സിറ്റുവേഷനിൽ ജീവിക്കാൻ പറ്റിയ, സൂര്യഗ്രഹത്തിൽ ജീവിക്കാൻ പറ്റിയ, ചന്ദ്രഗ്രഹത്തിൽ ജീവിക്കാൻ പറ്റില്ല, പാതാളത്തിൽ ജീവിക്കാൻ പറ്റിയ വല്ല ഉണ്ടാവും. അല്ല, ശരിക്കും എന്താ വെച്ചാല് ഡിവോഷണൽ സർവീസിൽ വരുന്ന എല്ലാ ഡിവോട്ടീസിന്റെ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് 99.9% അവരുടെ ഫിസിക്കൽ ബോഡി ഇവിടെ ഉപേക്ഷിച്ചതിന് ശേഷം അവർക്ക് നെക്സ്റ്റ് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു പ്രഭുജി എന്താ വെച്ചാല് ശരീരം വിടുമ്പോ എവിടെ പോയാലും നമ്മുടെ കൂടെ വരുന്നത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അതാണ് നമ്മുടെ സട്ടിൽ ബോഡി. ഗ്രോസ് ബോഡി, പഞ്ചഭൂതത്തിലായ ഗ്രോസ് ബോഡി എന്ത് ശരീരമായാലും അവിടെ ഇപ്പൊ നമ്മള് ഗജേന്ദ്രൻ മോക്ഷം കിട്ടി. ഗജേന്ദ്രന്റെ ആന ശരീരം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ പുഷ്പവിമാനത്തിൽ പോയത് ഗജേന്ദ്രന്റെ സൂക്ഷ്മ ശരീരവും നാരായണ രൂപത്തില് മോക്ഷം കിട്ടി പോയതായിട്ടാണ്. ഈ ഭൗതിക ശരീരം ഇറ്റ് ഇസ് ഫിറ്റ് ഓൺലി ഫോർ ദിസ് പ്ലാനറ്റ്. ഈ പഞ്ചഭൂതത്തായുള്ള ശരീരം ഒന്ന് ഈ പ്ലാനറ്റിന് ഫിറ്റ് ആയത് മാത്രമേ ഉള്ളൂ. ഇവിടെ അല്ലാതെ വേറെ ഏത് പ്ലാനറ്റിൽ എൻട്രി ആവണമെങ്കിലും അതിനെ പറ്റിയ ഒരു ശരീരം അവിടെ നമുക്ക് കിട്ടും, നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്. ഗജേന്ദ്ര മോക്ഷം കിട്ടിയപ്പോ ബോഡിയോടുകൂടി നമുക്ക് ഡിവോഷണൽ സർവീസ് ഹയർ ലെവലിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ പോകുന്ന ടൈമില് ആ ബോഡി ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എൻട്രി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നർത്ഥം. ഈ ഫോർ എക്സാമ്പിൾ പറയണെങ്കിൽ പൂന്താനൊക്കെ പോയ പോലെ നമുക്ക് ചെയ്യാന്ന് മാത്രം. പക്ഷെ മെജോറിറ്റി ആയിട്ടുള്ള ഡിവോട്ടികൾ കംപ്ലീറ്റ് മരിച്ചതിന് ശേഷമേ അങ്ങോട്ട് ഉള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അതിനൊരു മാറ്റം വരിക എന്നുള്ള രീതിയിലാണ് ഞാനത് സംസാരിച്ചത്, ഈ ഒരു പോയിന്റ് എടുത്തിട്ട്. കാരണം മരിച്ചാൽ മാത്രമല്ല, ജീവിച്ചിരിക്കുമ്പോൾ ഫിസിക്കൽ ബോഡിയോട് കൂടി തന്നെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു എൻട്രി കിട്ടാൻ ഒരു ചാൻസ് ഉണ്ടല്ലോ ഇതിലെ. സ്പിരിച്വൽ ഈ ബോഡിയോട് കൂടെ തന്നെ ഡിവോട്ടീസ് അങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അത് ഒരു ശരീരത്തിൽ ഇനിയൊരു ശരീരം അതെല്ലാം ഉണ്ട്. ഈ ഫിസിക്കൽ ബോഡി വന്നിട്ട് ഒരു കവറിങ് മാത്രമേ ഉള്ളൂ. ഇപ്പം ആദിശങ്കരാചാര്യ വന്നിട്ട് വേറെ ഒരു ശരീരത്തിൽ പ്രവേശിച്ചു. ഈ ശരീരം ഇവിടെ വിട്ടിട്ട് ഈ ആത്മാവ് വന്നിട്ട് വേറെ ഒരു ശരീരത്തിൽ പ്രവേശിച്ചു. അതുപോലെ മീൻസ് ഈ ശരീരം എന്താ പറയാ, ഈ നമുക്ക് 2 ബോഡി ഉണ്ട്. ഒന്ന് ഈ ഫിസിക്കൽ ബോഡി, പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം കൊണ്ടുള്ള ഒരു സൂക്ഷ്മ ശരീരം ഉണ്ട്. ആ സൂക്ഷ്മ ശരീരം വന്നിട്ട് ഇറ്റ് വിൽ ക്യാരി ദ വാസനാസ്. നമ്മുടെ വാസനയെല്ലാം കൊണ്ടുപോയിട്ട് നമ്മുടെ വാസനയ്ക്ക് അനുസരിച്ച് അടുത്ത ഒരു ശരീരം നമുക്ക് കിട്ടും. അതിന് പീരീഡ് ഉണ്ടോ? അതിന് എന്നുള്ളത് നെക്സ്റ്റ് പീരീഡ് ഉണ്ടോ? ഓരോന്നിനും ഡിപ്പെൻഡ്സ് അപ്പോൺ അക്കോർഡിംഗ് ടു അവർ കർമ്മ. യെസ്, അക്കോർഡിംഗ് ടു അവർ കർമ്മ.
വായൂർ ഗന്ധ നിവാശയാത്തിന് പറയുന്നുണ്ട്. ഒരു നമ്മൾ ചെയ്ത കർമ്മത്തിനനുസരിച്ച് കാൽക്കുലേഷൻ ശരിക്കും ആരുടെ കയ്യില? ഭഗവാൻ വിഷ്ണുവിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ അല്ലെ? ഇത്ര ഇന്ന പോയിന്റുകൾ ചെയ്ത അവൻ ഇത്ര ടൈം കഴിഞ്ഞാൽ, ഇത്ര ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ റീബർത്ത് ഭൂമിയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഹയർ പ്ലാനറ്റിൽ ഉണ്ടാവും. ആ ഒരു കാൽക്കുലേഷൻ, കർമ്മബന്ധനത്തിന് കാൽക്കുലേഷൻ കംപ്ലീറ്റ് ഉള്ളത് ഭഗവാൻ വിഷ്ണുവിന്റെ കയ്യില, അല്ല മഹാദേവനോ ആർക്കും അറിയില്ല അല്ലെ? അത് ഇല്ല. കൃഷ്ണ is a witnesser of and the sanctioner of Upadrishta Anumanta. He is a witnesser and sanctioner of all the desires. നമ്മുടെ വിറ്റ്നസ് എല്ലാം റൈറ്റ് ഫ്രം ജനനം കൊണ്ട്, ജനനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനനം മാത്രമല്ല, ഈ ആത്മാവ് ഇനി എത്രയെല്ലാം ശരീരം ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ടോ, ഇനി എടുക്കാം, എല്ലാം ഭഗവാൻ അറിയാം. പക്ഷെ ഭഗവാൻ വന്നിട്ട് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് അടുത്ത ഒരു ശരീരം, നമ്മുടെ ആഗ്രഹം പറഞ്ഞാല് മരണത്തിന്റെ സമയത്തിന് നമ്മൾ എന്തിനെ കുറിച്ച് ചിന്തിച്ചോ, എന്തുവായിരുന്നു നമ്മുടെ ഡീപ്പസ്റ്റ് ഡിസയർ. ഇപ്പൊ ഭരത മഹാരാജാവ് മാനിനെ കുറിച്ച് ചിന്തിച്ചു, അടുത്ത ജന്മം വന്നിട്ട് ഭരത മഹാരാജാവിന് വന്നിട്ട് മാനിന്റെ ശരീരം കിട്ടി. അപ്പോ അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് നമ്മുടെ ചിന്താഗതി വന്നിട്ട് 100% ഓൺ ആൻഡ് ഓൺലി കൃഷ്ണ ആണെങ്കിൽ വൈകുണ്ഠ വിമാനം വന്നിട്ട് നമ്മളെ കൊണ്ടുപോകും, നമുക്ക് സ്പിരിച്വൽ പ്ലാനറ്റിലെ എൻട്രി കിട്ടും. അപ്പൊ അതിനനുസരിച്ചുള്ള സ്പിരിച്വൽ ശരീര, സാലോക്യ, സാരൂപ്യ, സാമിപ്യ, സാഷ്ടി, അതെല്ലാം. സായുജ്യ ഭക്തന്മാർക്ക് അങ്ങനെ ഇഷ്ടമല്ല. സായുജ്യ വന്നിട്ട് ഒരു രസമില്ല, ഭഗവാന്റെ കൂടെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. ബാക്കി എല്ലാ തരത്തിലുള്ള മുക്തിയും കിട്ടും. അപ്പോ അത് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ അനുസരിച്ച് ടാലി ചെയ്തിട്ട് പാപകർമ്മത്തിനനുസരിച്ച് നീചയോനിയോ ഇല്ല പുണ്യകർമ്മങ്ങൾ അനുസരിച്ച് നല്ല ജന്മ ഐശ്വര്യ ശ്രുതി ശ്രീബീർ നല്ല ധനവാന്റെ കുടുംബത്തിലോ അങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ തന്നെ കിട്ടും. ഇല്ല വളരെ വളരെ പ്യൂർ ആയിട്ട് ജീവിച്ചിരുന്നെങ്കിൽ വി ക്യാൻ ഗോ ബാക്ക്. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് 1000 ജന്മം ബ്രഹ്മചര്യ ഫോളോ ചെയ്താല് ബ്രഹ്മാവിന്റെ പ്ലാനറ്റിലേക്ക് എത്താം. അങ്ങനെ ഡിഫറെന്റ് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഇങ്ങനെ ഇത് ചെയ്താൽ അവിടെ എത്താം, ഇത് ചെയ്താൽ ഇവിടെ എത്താം. ബട്ട് പ്യുവർ ഭക്തി ചെയ്താൽ ഭഗവത് ധാമത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്താൻ തന്നെ ഉണ്ട്. സോ ഭക്തന്മാരുടെ ഫോക്കസ് വന്നിട്ട് യാതൊരു ഭൗതിക ശരീരവും ഇനി വേണ്ട, ഇനി ഭഗവാനെ സേവിച്ചാൽ മതി എന്നുള്ളതായിരിക്കും ഭക്തന്മാരുടെ സ്റ്റാൻഡ്. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഇപ്പൊ ആൻഡ് ഇഫ് യു ബിക്കം സോ ക്വാളിഫൈഡ്, അത്ര വലിയ ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടിയാല്, ഇപ്പൊ നാരദ മഹർഷി മാതിരി ത്രിലോക സഞ്ചാരി വിതൗട്ട് എ പാസ്പോർട്ട് ആൻഡ് വീസ, നാരദ മഹർഷി വന്നിട്ട് അത്തല സുത്തല പാതാളത്തിൽ പോയാലും ആ നാരദ മഹർഷിയുടെ ശരീരം കൊണ്ടിട്ട് അവിടെയും പോയി അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും ഉദ്ധരിക്കാം. തോന്നുമ്പോ ഭഗവാൻ വിഷ്ണുവിനും ഡയറക്റ്റ് ആയിട്ട് പോയി ഭഗവാനെ വിഷ്ണുവിനെ നമസ്കരിക്കാം. ആരെ വേണമെങ്കിലും ഏത് ലോകത്തിലെ ആരെയും പോയി കാണാൻ പറ്റും. അത്രയും നമ്മൾ പ്യൂരിഫൈ ആണെങ്കിൽ ആധ്യാത്മിക ശരീരത്തില് അത് വന്നിട്ട് നമ്മുടെ ഒറിജിനൽ ഫോം, സ്വരൂപ സിദ്ധി, നമ്മുടെ ഒറിജിനൽ ഫോം, ഭഗവാൻ വിഷ്ണുവിനെ കൃഷ്ണനെ സേവ ചെയ്യുന്ന ഒറിജിനൽ ഫോം നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ അത് പെർമനന്റ് ആയിട്ടുള്ള ശരീരമാണ്. അതുകൊണ്ട് ഇപ്പൊ നാരദ മഹർഷി മാതിരിയെല്ലാം നമുക്ക് ലൈക്ക് യു ക്യാൻ ഗോ എനിവേർ യു വാണ്ട്, അങ്ങനെയെല്ലാമാണ്. ക്വാളിഫിക്കേഷൻ എല്ലാത്തിനും ക്വാളിഫിക്കേഷനാണ്. നമ്മൾ ക്വാളിഫിക്കേഷൻ ത്രിശങ്കുന് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ എവിടെയും പോകാൻ പറ്റില്ല. ക്വാളിഫിക്കേഷൻ ഇല്ലാതെ എന്താ പറയാ, ക്വാളിഫിക്കേഷൻ അനുസരിച്ചേ സ്വർഗലോകത്തിൽ പോണെങ്കിലും ക്വാളിഫിക്കേഷൻ അനുസരിച്ചേ ഉള്ളൂ നമ്മൾ നീച്ച യോനിയില് ജനിക്കുന്നതും എല്ലാം നമ്മൾ ചെയ്ത കർമ്മത്തിനനുസരിച്ചാണ്. ആൻഡ് വി ആർ 100% റെസ്പോൺസിബിൾ ഫോർ അവർ ആക്ടിവിറ്റീസ്. നമുക്ക് പറയാൻ പറ്റില്ല, അയ്യോ എനിക്ക് അറിയത്തില്ല, കൊച്ചു കുഞ്ഞാണ് അറിയത്തില്ല, തീ പൊള്ളും അറിയത്തില്ല, അങ്ങനെയൊന്നുമില്ല. മനുഷ്യജന്മത്തിലെ ശരീരത്തില് നമ്മള് കിട്ടിയാല് വി ആർ സപ്പോസ് ടു നോ ഓൾ ദീസ് തിങ്സ്. ശാസ്ത്രം പഠിക്കണം, എന്തെല്ലാം കർമ്മം ചെയ്താൽ നമ്മളെ ബന്ധിക്കും, അപ്പൊ കർമ്മബന്ധനം ആയാൽ നമ്മൾ എങ്ങനെ നമ്മുടെ നല്ല ശരീരം, ഇതെല്ലാം ശാസ്ത്രം നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഗജേന്ദ്രൻ വന്നിട്ട് ഇതിന് മുമ്പത്തെ ജന്മത്തിൽ വന്നിട്ട് രാജാവായിരുന്നു, ഇന്ദ്രദ്യുമ്ന രാജാവായിരുന്നു. മിസ്റ്റേക്കുകൾ ചെയ്തതുകൊണ്ട് വേറൊരു ആ ശരീരം നഷ്ടപ്പെട്ട് അടുത്ത ശരീരം എടുക്കേണ്ടി വന്നു. അപ്പൊ ചെയ്ത കർമ്മം അനുസരിച്ച് നമുക്ക് ശരീരം കിട്ടും. 100% പ്യുവറായി ഒരു കർമ്മഫലവും ഇനി ഇല്ല, പാപവും ഇല്ല, പുണ്യവും ഇല്ല, ഒന്നില്ല. ചെയ്ത കാര്യങ്ങളെല്ലാം 100% ഭഗവത് തൃപ്തിക്ക് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഭഗവത് ധാമത്തിൽ എൻട്രി കിട്ടും. അപ്പൊ ഈ പഞ്ചഭൂത നിർമ്മിത ശരീരമൊന്നും സ്പിരിച്വൽ വേൾഡിലില്ല. ഭൗതിക ലോകത്തില് ഈ പഞ്ചഭൂതം കൊണ്ട് ആയ ശരീരം നമുക്ക് കിട്ടും. ആ പഞ്ചഭൂതമായുള്ള ശരീരം വന്നിട്ട് നമുക്ക് കർമ്മത്തിന്റെ ഫലങ്ങളെല്ലാം അതിൽ വന്നിട്ട് നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടത്. ഇനി ഫർദർ കർമ്മം ഉണ്ടാക്കുന്നതും കർമ്മം ഉണ്ടാക്കാതിരിക്കുന്നതും എല്ലാം നമ്മുടെ കയ്യിലാണ്.
ഇനി കർമ്മം ഒന്നും വേണ്ട, ഇനി ഞാൻ ഡയറക്ട്ലി ഇനി ഭഗവത് ധാമത്തിലേക്ക് പോയി ഭഗവാന്റെ സേവ മാത്രം ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് അങ്ങനെ അത് വന്ന് ഭയങ്കര ഇന്റലിജന്റ് പേഴ്സണ് അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പൊ ശീല പ്രഭുപാദർ വന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഭഗവത് ധാമത്തിലേക്ക് എങ്ങനെ പോകണം എന്നുള്ളത് ശീല പ്രഭുപാദർ വന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് യജ്ഞേർ സങ്കീർത്തന പ്രായേർ യജന്തി സുമേധസഹ, the most intelligent people will take to സങ്കീർത്തന യജ്ഞ. ബിക്കോസ് കലിയുഗത്തിൽ വന്നിട്ട് നമുക്ക് വന്നിട്ട് വലിയ വലിയ യജ്ഞം എല്ലാം ചെയ്യാം. യജ്ഞം ചെയ്താലേ മഹാവിഷ്ണു തൃപ്തിയാവുള്ളൂ. കലിയുഗത്തിലെ ബെസ്റ്റ് യജ്ഞം വന്നിട്ട് എന്താണ്? സങ്കീർത്തന യജ്ഞ. യജ്ഞേർ സങ്കീർത്തന പ്രായേർ യജന്തി സുമേധസ. ദ മോസ്റ്റ് ഇന്റലിജന്റ് പീപ്പിൾ വിൽ ടേക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്ര. ബാക്കി എല്ലാവരും നോക്കിയാല് അവർ കുറെ പാട്ടുകളെല്ലാം പാടും, കുറെ മന്ത്രങ്ങളെല്ലാം ജപിക്കും. അതിന് ഒന്നിന്റെ അർത്ഥം ഒന്നും അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കില്ല. അവർ അതുപോലെ തന്നെ അവരുടെ ഒരു ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇല്ലാതെ, ഒരു മാറ്റവും ഇല്ലാതെ അവർ ഇരുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാവും. കുറെ പാപകർമ്മങ്ങളും ചെയ്യും, അതിന്റെ കൂട്ടത്തിൽ മന്ത്രവും ജപിക്കും, അങ്ങനെയെല്ലാം. പക്ഷെ ചില പ്രഭുപാദർ വന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും എവരിബഡി ഷുഡ് ടേക്ക് സങ്കീർത്തന യജ്ഞം. സങ്കീർത്തന യജ്ഞം അതാണ്. കലിർദോഷ നിധേരാജൻ അസ്തി ഏകോ മഹാൻ ഗുണ കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. കീർത്തനാത് ഏവ കൃഷ്ണസ്യ, ഓൺലി കൃഷ്ണ, one and only Krishna. If you take shelter of Krishna, then mukta sangha param vrajayet. നമുക്ക് മുക്തി കിട്ടും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതി ഷോഡശകനാം കലികൽമശനാശനം നാഥ പരത്രോഭ്യഃ സർവവേദേഷു ദൃശ്യത്തെ. വേദങ്ങൾ മൊത്തം തപ്പി നോക്കിയാലും ഇതാണ്. ബാക്കിയെല്ലാം ഉണ്ട്, യജ്ഞമുണ്ട്, തപസ്യ ഉണ്ട്, അമ്പലം കെട്ടുന്നതുണ്ട്, എന്തെല്ലാമോ വെറൈറ്റീസ് എല്ലാം ഉണ്ടെങ്കിലും കലിയുഗത്തില് ഓൺലി ഹരിനാം സങ്കീർത്തൻ, നാമസങ്കീർത്തനം, ഹരേ കൃഷ്ണ മഹാമന്ത്ര സിൻസിയറിലായിട്ട് ഒന്ന് ജപിക്കുക. ആ ജപം ചെയ്യുന്നത് വന്നിട്ട് നമ്മൾ കേൾക്കണം. കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മന്ത്രം പോയി നമ്മുടെ ഹൃദയത്തില് ഉള്ള കൽമുഷങ്ങളെല്ലാം നീക്കി ഭഗവാൻ ഒന്ന് അവിടെ ഇരിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്ത് നമ്മൾ പ്യൂരിഫൈ ആവും. അതാണ് ബെസ്റ്റ് യജ്ഞ കലിയുഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ യജ്ഞ. മറ്റേ യജ്ഞ എല്ലാം ചെയ്യണമെങ്കിൽ ബ്രാഹ്മണൻ വേണം, സാമഗ്രി വേണം, പ്യൂരിറ്റി വേണം, കുറെ ക്വാളിഫിക്കേഷൻസ് എല്ലാം ഉണ്ട്. ബട്ട് കലിയുഗത്തിൽ അതെല്ലാം പോസിബിൾ അല്ല. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ജസ്റ്റ് ചാന്റ് ഹരേ കൃഷ്ണ ആൻഡ് ബി ഹാപ്പി. ശീല പ്രഭുപാദ ഈ ഒരു മഹാമന്ത്രം കൊണ്ടുപോയി ലോകം മൊത്തം ഡിവോട്ടീസ് ആയി. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹാർട്ട് ടേക്സ് പ്ലേസ് ഓൺലി വെൻ യു ചാന്റ് ഹരേ കൃഷ്ണ മഹാമന്ത്ര. വേറെ എന്ത് മന്ത്രവും നമ്മൾ ചൊല്ലിയാലും ഹൃദയ പരിവർത്തനമോ ഭഗവത് ഭക്തിയോ കൃഷ്ണപ്രേമമോ കിട്ടില്ല. ബട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപിക്കുമ്പോൾ യുവർ ഹാർട്ട് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫോംസ്. ആൻഡ് ദാറ്റ് ഇസ് എ ബെസ്റ്റ് വേ ടു പ്ലീസ് ദ ലോർഡ്. ബെസ്റ്റ് വേ ടു പ്ലീസ് ദ ലോർഡ് വന്നിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്ര കൈകൊട്ടി ജപിക്കുമ്പോൾ, കൈകൊട്ടുമ്പോ കൊതുകുകളെല്ലാം പറന്നു പോകുന്നു, കൈകൊട്ടുമ്പോൾ മരത്തിലിരിക്കുന്ന പക്ഷികളെല്ലാം പറന്നു പോകുന്നു. അതുപോലെ കൈകൊട്ടി പാട്ട് പാടുമ്പോൾ, കീർത്തൻ ചെയ്യുമ്പോൾ, ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപിക്കുമ്പോൾ ശരീരത്തിലുള്ള പാപമെല്ലാം പോകുന്നു. സോ വി ഷുഡ് ടേക്ക് അപ്പ് എല്ലാവരും സിൻസിയർ ആയിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപിക്കണമെന്ന് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. സോ ഓക്കെ, താങ്ക് യു സോ മച്ച്. വന്നു ചേർന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു മാതാജീസ് ആൻഡ് താങ്ക് യു പ്രഭുജീസ്. വൈഷ്ണവ പ്രണാമം പറഞ്ഞിട്ട് നമുക്ക് ഹരേ കൃഷ്ണ. വൈഷ്ണവ പ്രണാമം പറഞ്ഞിട്ട് നമുക്ക് ഫിനിഷ് ആക്കാം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय, गौरांग भक्त वृंद की जय, श्रील प्रभुपाद की जय, निताय गौर प्रेमानंदे। हरि हरि बोल. हरे कृष्णा.